ഒഡീഷയിൽ മതപരിവർത്തനം ആരോപിച്ച് മലയാളി വൈദികരെയും കന്യാസ്ത്രീകളെയും ആക്രമിച്ചു. 2 മലയാളി വൈദികരെയും 2 കന്യാസ്ത്രീകളെയും 70ഓളം ബജ്രംഗ് ദൾ പ്രവർത്തകർ ചേർന്നാണ് ആക്രമിച്ചത്. ഒഡീഷയിലെ ജലേശ്വർ ജില്ലയിലെ ഗംഗാധർ ഗ്രാമത്തിലാണ് മതപരിവർത്തനം ആരോപിച്ച് ആക്രമണമുണ്ടായത്. ബാലസോർ രൂപതയുടെ കീഴിലുള്ള വൈദികരായ ഫാദർ ലിജോ നിരപ്പൽ, ഫാദർ വി ജോജോ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. കുറവിലങ്ങാട് സ്വദേശിയാണ് ഫാദർ ലിജോ. മരിച്ചവർക്കായുള്ള കുർബാന അർപ്പിക്കാൻ എത്തിയപ്പോഴായിരുന്നു ആക്രമണമെന്ന് ഫാദർ ലിജോയുടെ പിതാവ് ജോർജ് കുറവിലങ്ങാട്ടെ വസതിയിലെത്തിയ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. സംഭവം നടന്നതിന് ശേഷം വിളിച്ച് സംസാരിച്ച് ഇപ്പം അച്ഛനെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പമില്ല, പ്രശ്നങ്ങളില്ലാതെ നിൽക്കുന്നു. സുഹൃത്തിലുണ്ടായിരുന്ന 2 പേർക്ക് നന്നായിട്ട് പരിക്ക് കിട്ടി. ഒരാളുടെ ബൈക്ക് തകർത്തു. ഇവരുടെ ഫോണെല്ലാം വെച്ചുകൊണ്ട് പോയി. പിന്നെ ഉണ്ടും തള്ളും നടന്ന് അങ്ങനെ ഈ ഒരു പ്രഷർ ആയിരുന്നു മൊത്തം. കാരണം പ്രത്യേകമായിട്ട് ഇവർക്ക് ഈ ദേഹത്തിനൊന്നും കിട്ടിയില്ല. എങ്കിലും ആ പിന്നെ ഇടിവലി നടന്ന കൂട്ടത്തിലുള്ള ആ വിഷയങ്ങളേ ഉള്ളൂ. മറ്റു മുറിവുകളുടെ കാര്യങ്ങളില്ല, ആശുപത്രി പോകേണ്ടി വന്നില്ല. മറ്റവരെ ആശുപത്രിയിലാണ്. ആ കൂട്ടത്തിലുണ്ടായിരുന്ന പുള്ളിയുടെ ബൈക്ക് തകർത്തു. ഇവരുടെ ഫോണെല്ലാം മൊബൈൽ ഫോണെല്ലാം പിടിച്ച് പിടിച്ചുകൊണ്ട് പോയി. ആരെ കൊണ്ടുപോയെന്ന് അറിയില്ല. 70-80 ഇടയ്ക്ക് ആൾക്കാരുണ്ടായിരുന്നു. ഇവർ റെഡിയായിട്ട് നിൽക്കുമായിട്ട് ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇവരൊരു മരണം കഴിഞ്ഞുള്ളൊരു ചടങ്ങിന് ഇവരുടെ ഇടവേള വീട്ടിൽ കഴിഞ്ഞ് ചടങ്ങ് കഴിഞ്ഞ് തിരിച്ച് പോരുന്ന സമയത്താണ് ഒരു ഇടുങ്ങിയ വഴിയായിരുന്നു. ആ വഴി കാത്തു നിൽക്കുകയാണ് എല്ലാവരും കൂടി. അത് അവരുടെ മീഡിയ വരെ ഉണ്ടായിരുന്നു. കാരണം അത്ര സന്നാഹമായിട്ടും അത്ര അറേഞ്ച്ഡായിട്ടാണ് നിന്നിരുന്നത്. വൈദികരും കന്യാസ്ത്രീകളും ഏതാനും മിഷൻ പ്രവർത്തകരുമാണ് 2 വീടുകളിലെത്തിയത്. ആരാധന കഴിഞ്ഞ് തിരികെ നടക്കുന്ന സമയത്ത് 70ഓളം വരുന്ന ബജ്രംഗ് ദൾ പ്രവർത്തകർ വൈദികരെയും കൂടെ ഉണ്ടായിരുന്ന സഹായിയെയും മർദ്ദിക്കുകയായിരുന്നു. ഫാദർ ലിജോ നിരപ്പേലിനും ഫാദർ വി ജോജോയ്ക്കും ആക്രമണത്തിൽ പരിക്കേറ്റു. 2 വൈദികരുടെയും മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കുകയും വാഹനങ്ങൾക്ക് കേടുവരുത്തുകയും ചെയ്തു. ആക്രമണ സമയത്ത് പോലീസ് എത്തിയെങ്കിലും അവരെ അടുപ്പിക്കാൻ അക്രമികൾ തയ്യാറായില്ല. പിന്നീട് ചോദ്യം ചെയ്യാനാണെന്ന് പറഞ്ഞാണ് പോലീസ് വൈദികരെ അവിടെ നിന്നും രക്ഷപ്പെടുത്തിയത്. ഫാദർ ലിജോ നിലവിൽ അവിടെ സുരക്ഷിതനാണെന്നും സംഭവത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി പരാതി നൽകുമെന്നും സഹോദരൻ അറിയിച്ചു. രാജ്യത്തെ മിഷണറിമാർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ വിശ്വാസ സമൂഹത്തിന് വലിയ ആഘാതമാണ് സൃഷ്ടിക്കുന്നതെന്ന് കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം തോമസ് കണ്ണന്തറ പറഞ്ഞു. BJP ഗവൺമെന്റ് വ്യത്യസ്തമായ നിലപാടുകളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ BJPക്കാർ പറയും ഞങ്ങൾ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നവരാണ് എന്ന്. പക്ഷേ പൊതുവെ ചിന്തിക്കുമ്പോൾ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഒട്ടുക്ക് BJP ബെഞ്ചരികൾ മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മിഷണറിമാരാണ് അവരുടെ പ്രധാന ശത്രുക്കളായി കാണുന്നത്. ഇപ്പോൾ ഛത്തീസ്ഗഡിലെ 2 സിസ്റ്റേഴ്സ് ആക്രമിക്കപ്പെട്ടു. അത് പാർലമെൻറ്റിലെ ഫ്രാൻസിസ് ജോർജ് MP ഉൾപ്പെടെയുള്ള കേരളത്തിലെ മുഴുവൻ MPമാരും ഒരുമിച്ച് ശബ്ദം ഉയർത്തിയതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയം ഇത്ര ലഘൂകരിക്കപ്പെട്ടു പോയത്. അതല്ലെങ്കിൽ വളരെ അക്രമ സ്വഭാവത്തിലേക്ക് ബെഞ്ചരികൾ പോയനെ. മിഷണറി പ്രവർത്തനം എന്ന് പറയുന്നത് സേവനത്തിന് വേണ്ടി പോകുന്നവരാണ്. അവരൊരിക്കലും മറ്റുള്ളവരെ മതം മാറ്റുന്നതിന് വേണ്ടി പോകുന്നതല്ല. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സ്വഭാവം നമുക്കറിയാം. ഏത് ജാതിയിലും ഏത് മതത്തിലും പെട്ടവർക്ക് പ്രവർത്തിക്കാനുള്ള മൗലിക അവകാശം ഇന്ത്യൻ ഭരണഘടന നമുക്ക് അനുശാസിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ മതേതര സങ്കല്പത്തിനും ജനാധിപത്യ സംവിധാനത്തിനും ഇത്തരം സംഭവങ്ങൾ ഭീഷണി ഉയർത്തുന്നതായും അഭിപ്രായമുയർന്നു. ഫാദർ ലിജോയുടെ കുറവിലങ്ങാട് തോട്ടുവായിലെ വസതിയിൽ മന്ത്രി VN വാസവനും മോൻസ് ജോസഫ് MLAയും എത്തി കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു.